RSS എന്നല്ല, ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ സംഗമം സംഘടിപ്പിക്കാം. എന്താണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്? ഇത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു വലിയ കേന്ദ്രീകരണ സ്ഥാപനമാകണം. അത് കേരളത്തിൻ്റെ താല്പര്യമാണ്. അത് നമ്മുടെ പത്തനംതിട്ടയുടെയും കോട്ടയത്തിൻ്റെയും അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെയും ഒക്കെ വലിയ തരത്തിലുള്ള വളർച്ചക്കിടയാക്കും. ഞാനിവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ സൗദി അറേബ്യ എത്ര ലക്ഷം ആളുകൾ ആ വിമാനത്തിൽ പോവുകയും അവിടെ എത്തുകയും ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ അവരുടെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ദർശനം നടത്തി വരുന്നത്. അത് ആ രാജ്യത്തിൻ്റെ മുഴുവൻ വളർച്ചയില്ലേ, എന്തൊരു മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത്. എത്ര കോടിയുടെ വ്യാപാരമാണ് നടക്കുന്നത്, എന്തൊരു പുരോഗതിയാണ്. ആ പുരോഗതി നമ്മുടെ കേരളത്തിൽ അയ്യപ്പ വിശ്വാസികൾ ലോകത്തിലെല്ലാം ഉണ്ട്. അതിൻ്റെ ഭാഗമായി ലോകത്തിലുള്ള എല്ലാവരുടെയും സഹകരിപ്പിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ, അവർക്ക് സുഖകരമായി വിശ്വാസം കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ, അത് കേരളത്തിൻ്റെ ആകെ പൊതു താല്പര്യമാക്കി മാറ്റിയെടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ളൊരു നടപടിയിലേ സ്വീകരിക്കുന്നത്. എന്തിനാ അതിനെ എതിർക്കുന്നത്? സംഗമത്തെ എന്താ ലക്ഷ്യം? ഈ കേരളത്തിൽ നമ്മുടെ കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയും എറണാകുളം ജില്ലയിലും ഇന്ന് നിങ്ങൾ നോക്കുക, അയ്യപ്പ ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ശബരിമലയിലെ നട തുറക്കുമ്പോഴേക്കും എത്രമാത്രം മനുഷ്യരുടെ വന്നെത്തുകയാണ് അയ്യപ്പ ഭക്തന്മാർ. ആ നാട് മുഴുവൻ വെളിച്ചം പകരുകയല്ലേ, ആ നാട് മുഴുവൻ ഉണരുകയല്ലേ. എന്തിനാ ഉണർവിനെ കെടുത്തുന്നത്? എന്തിനാ ഈ 3.5 കോടി മലയാളികളുടെ നാട് ലോകപ്രശസ്തമാകുന്നതിനെ, അയ്യപ്പ ക്ഷേത്രം ശബരിമല അത് പ്രശസ്തമാകുന്നതിനെ എതിർക്കുന്നത്? ഇത് കേരളത്തിൻ്റെയും പൊതു താല്പര്യത്തെ നിഹനിക്കുന്നതാണ്, വിശ്വാസികളുടെ വിശ്വാസത്തെ പോലും നിഹനിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് യഥാർത്ഥ തെറ്റ് തിരുത്തി പോവുകയാണ് അവരെല്ലാം വേണ്ടത്. ഈ സ്ത്രീ പ്രവേശന സമയത്തെ നിലപാടിൽ നിന്നും ഇടതുപക്ഷം അല്ലെങ്കിൽ CPM മാറുന്നു എന്ന വിമർശനമാണ് പ്രധാനമായി വരുന്നത്. അത്തരമൊരു വിലയിരുത്തലിന് തെറ്റു പറയാൻ കഴിയുമോ? ഇപ്പോൾ അത്തരമൊരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. ഉള്ള പ്രശ്നം പറയൂ. നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യം പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇപ്പോഴുള്ള പ്രശ്നം ഇപ്പോൾ പറയുക, ആ കാര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുക. ഇത് ഒരു കാര്യം മുടക്കാൻ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പുറപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? സതുദ്ദേശപരമാണോ? അന്നത്തെ കാലഘട്ടത്തിൽ അന്നുണ്ടായിട്ടുള്ള ഒരു കാര്യം, അതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ അതിന് മുമ്പുണ്ടായിട്ടുള്ള കാലം, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിനനുസരിച്ചിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ. ഇപ്പോൾ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ എത്ര മാറ്റം വന്നു, അത് നമ്മൾ കാണണ്ടേ? ആ വരുന്നത് സമൂഹത്തിൻ്റെ പൊതുവായിട്ടൊരു ധാരണയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ കാലഘട്ടം അതങ്ങ് പോയി. ഇപ്പോൾ അതെടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യം എന്തിനാണ്? ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം, അയ്യപ്പ ഭക്തന്മാരുടെ ഒരു സംഗമം നടക്കുന്നു. അതിനെ തകർക്കാൻ വേണ്ടി നടക്കേണ്ട കാര്യമുണ്ടോ? അത് കേരളത്തെ തകർക്കുന്നതിൻ്റെ ഭാഗമാണ്, വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത് അലങ്കോലപ്പെടുത്തുന്നത്. അത് അയ്യപ്പ ഭക്തന്മാർ തിരിച്ചറിയും, ജനങ്ങൾ തിരിച്ചറിയും, കേരള സമൂഹം തിരിച്ചറിയും, ലോകത്തിലെല്ലാമുള്ള മലയാളികളും അയ്യപ്പ ഭക്തന്മാരും ഈ കാര്യം തിരിച്ചറിയും. എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്, UP ഇന്ത്യയിലെ വലിയൊരു സംസ്ഥാനമാണ്. അദ്ദേഹത്തിന് എന്താണ് അതിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചില്ലേ? ആദ്യം വരാമെന്ന് പറഞ്ഞില്ലേ? കർണാടകത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടല്ലേ? ഞാനതാ ചോദിക്കുക, എന്തിനാണ് ഈ കേരളത്തിൻ്റെ വളർച്ച ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത്? എന്തിനാണ് ഈ കേരളത്തിൻ്റെ പുരോഗതിയെ നിങ്ങളിങ്ങനെ കുത്തി മലർത്തുന്നത്? നിങ്ങളോട് ഈ കേരളം എന്താ തെറ്റ് ചെയ്തത് UDF-നോട്? ഒരു രാഷ്ട്രീയ നിലപാടും അയ്യപ്പ സംഗമത്തിലില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്ക്. എല്ലാവരെയും ക്ഷണിക്കല്ലേ? പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി മണിക്കൂറുകളോളം കാത്തിരുന്ന് ക്ഷണിച്ചതല്ലേ? ആ ക്ഷണം നിരസിക്കാൻ എന്താ കാരണം? സങ്കുചിത രാഷ്ട്രീയമല്ലേ? എന്തിനാ അത് മറച്ചു വെക്കുന്നത്? ഇതൊന്നുമല്ല നമ്മുടെ നാടിന് ഗുണം പിടിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ പ്രതിപക്ഷ നേതാവും UDF-ഉം RSS സംഘപരിവാർ അവർ ഈ രാജ്യം കലഹമുണ്ടാക്കാൻ നടക്കുന്നവരാണ്. അവർ ചെയ്തിരിക്കുന്ന തിരുപ്പതിയിലെ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അവിടെ പശുവിനെയ്യിനെ കൊണ്ടാണ് അവിടെ ഈ ലഡു ഉണ്ടാക്കുന്നത്. അതിനെപ്പോലും കലാപമാക്കി മാറ്റാൻ നടന്നവരല്ലേ? ആണ്. ഞങ്ങളതിലൊക്കെ എതിരാണ്. മുഖ്യമന്ത്രി ഇതിനൊക്കെ ഞങ്ങൾ എതിരാണ്.
എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ, രാഷ്ട്രീയ എതിരുണ്ടെന്നുള്ളത് മുഖ്യമന്ത്രി തടസ്സപ്പെടുത്തുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSS അല്ലേ? നിങ്ങൾ കാണേണ്ട കാര്യം അവർ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഭരണപരമായ ചുമതല നിർവഹിക്കുകയാണ്. എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കുന്നു. എന്താ അതിലൊരു തെറ്റ്? അതിങ്ങനെ കണ്ടുപിടിച്ചെടുത്തുകൊണ്ട് വന്ന് ദുർവ്യാഖ്യാനിക്കുന്നത് എന്തിനാ? സതുദ്ദേശപരമാണോ? സംഘപരിവാറിന് ഒരു അവസരം ഒരുക്കി കൊടുത്തു ഈ അയ്യപ്പ സംഗമത്തിലൂടെ അവർക്ക് ബദൽ സംഗമം നടത്താൻ. അത് രാഷ്ട്രീയമായി അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്തു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം. ഞങ്ങൾക്കൊരു ദുരുദ്ദേശമില്ലല്ലോ. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെതെങ്കിൽ നിങ്ങൾ വരണ്ടേ അവിടെ? നിങ്ങൾ RSSനോടൊപ്പം ചേരുകയല്ലേ ചെയ്തത്? VD സതീശൻ RSSനോടൊപ്പം ചേർന്നില്ലേ? ഇതാണോ ചെയ്യേണ്ടിയിരുന്നത്? ആ അഭിപ്രായം പ്രതിപക്ഷത്തിലുള്ള കോൺഗ്രസിനുണ്ടെങ്കിൽ കോൺഗ്രസ് അവിടെ വരണ്ടേ? ഇനി UDFിലെ എല്ലാ കക്ഷികളും ഇത് അംഗീകരിക്കുന്നുണ്ടെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ധാരാളം UDFുകാർ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും വരും. കേരളത്തിൻ്റെ താല്പര്യമേ ഞങ്ങൾക്കുള്ളൂ. വിശ്വാസികളുടെ വിശ്വാസത്തിനനുസരിച്ച് ജനങ്ങളെ അവർ ആ വിശ്വാസം കാത്തുസൂക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതിലൂടെ കേരളം ഒരുപാട് വളർന്ന് വികസിക്കും, അഭിവൃദ്ധിപ്പെടും. ആ അഭിവൃദ്ധിയാണ് നമ്മുടെ പൊതു താല്പര്യം. ഈ ആളില്ലാ കസേരകളുടെ ദൃശ്യം AI ആണെന്ന് തന്നെയാണ് ജയരാജന്റെ. ഞാനതെല്ലാം നിങ്ങൾ എന്താണോ അല്ല നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം അത് നിങ്ങൾ വെച്ച് പുലർത്തിക്കോളൂ. ഞങ്ങളുടെ വിശ്വാസം അതല്ല. അവിടെ ഞങ്ങൾ ഉദ്ദേശിക്കപ്പെട്ടതുപോലെ തന്നെ ജനങ്ങൾ വന്നിരുന്നു. അതാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ നടത്തുന്നു. നിങ്ങൾ ആളേ ഇല്ല എന്നാണ്, നിങ്ങളത് വെച്ച് പുലർത്തിക്കോ. നിങ്ങളുമായിട്ട് തർക്കത്തിനൊന്നും ഞങ്ങളില്ല. ഞങ്ങൾക്കിപ്പോൾ ആ വിശ്വാസം ആളെ എണ്ണം നോക്കി തിട്ടപ്പെടുത്തലല്ല. ഇതൊരു മഹാസംഭവം, ലോകശ്രദ്ധ പിടിച്ചു പറ്റിയത്, കേരളത്തിൻ്റെ പേര് ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്നു വരുന്നത്, അയ്യപ്പ വിശ്വാസികളുടെ സ്ഥലങ്ങളിലെല്ലാം വരുന്നത്. തിരുപ്പതി പോലെ നമ്മുടെ കേരളം വളരട്ടെ, നമ്മുടെ നാട് വളരട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ ശബരിമല ക്ഷേത്രത്തിലുള്ള ഭക്തജനങ്ങളുടെ പ്രവാഹമില്ലെങ്കിൽ ഈ കോട്ടയം പത്തനംതിട്ട ജില്ലയുടെയൊക്കെ സ്ഥിതി എന്താകുമായിരുന്നു? എന്താ നമ്മളിതൊന്നും ആലോചിക്കാത്തത്? ആ ഭക്തജനങ്ങളെ കൊണ്ടല്ലേ ആ നാട് ഇന്ന് ഈ നിലയിലെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെയൊന്നും തകർക്കാൻ പുറപ്പെടരുത്. ഇതിന് തെറ്റായ പ്രവണതകളിൽ നിന്ന് പിൻവലിയണം. അതാണ് ഞങ്ങൾക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ആ പരിപാടിയിലെ പ്രധാനപ്പെട്ട സാന്നിധ്യമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഏറ്റവും നല്ല ഭക്തനാണ് പിണറായി വിജയൻ എന്നാണ്. അത് ആ അഭിപ്രായത്തോട് എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ആകുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നത്, അതിന് ഞാനെന്ത് വേണം? പിണറായി വിജയനെ എല്ലാവർക്കും അറിയതല്ലേ. നിങ്ങൾ നിഗമനത്തിലെത്തൂ. ആരെങ്കിലും ഒന്ന് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ ചിന്തക്കും അദ്ദേഹത്തിൻ്റെ ആലോചനക്കും അനുസരിച്ച് അദ്ദേഹം പറയുന്നു. അതിന് ഞാനെന്ത് വേണം? നിങ്ങൾ പറയാനേ പാടില്ല, വായ മൂടിക്കെട്ടാൻ പറ്റും എനിക്ക്. നിങ്ങളതിന് പിണറായി വിജയൻ ആരാണെന്ന് അറിയുന്നവരല്ലേ കേരള സമൂഹം. അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം അറിയാം. പിണറായി വിജയനെയും അറിയാം, എല്ലാവരെയും അറിയാം. അതനുസരിച്ചുള്ള പ്രതികരണമേ ഉണ്ടാകും.